ഫൈനലി അനുവും ശൈത്യയും തമ്മിൽ ഉടക്കി. ശൈത്യ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പണി നടത്തുന്നുണ്ട്. എന്താ ലൈക്ക് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയും കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ശൈത്യ മസ്താനിയുടെ പറഞ്ഞ കാര്യം സംസാരിക്കുന്നുണ്ട്. സോ അവിടെ ഇവിടെ തൊടാത്ത രീതിയിൽ ഇപ്പൊ അനുവിനെ പറ്റിയിട്ടാണെങ്കിലും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ജിസയിലും അനുവും കൂടി മറ്റേ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ റെന ഫാത്തിമയും വന്ന് സംസാരിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് കമ്പനി ആയിട്ട് ഇരുന്നാണ് ശൈത്യ പോലും ഇപ്പൊ നിന്നോട് മിണ്ടുന്നില്ല. അതാണ് നിന്റെ ക്യാരക്ടറിന്റെ ഗുണം. ആരും നിന്റെ കൂടെ നിൽക്കില്ല. ഗിസയിലും പറയുന്നുണ്ട് അവൾക്ക് പേടി ഉണ്ടാവും അവളെ പറ്റി നാളൊരിക്കൽ ഇങ്ങനത്തെ ഒരു നുണ പറയുമെന്നുള്ളത്. നുണ ഇൻ ദ സെൻസ് ലൈക്ക് ഉമ്മ കേസ്. ഞാൻ ആ ഉമ്മ ഇനി എപ്പോഴും എടുത്തിരുന്നില്ല. അത് ഞാൻ ബിഗ് ബോസിന് കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് സംസാരിക്കട്ടെ. അല്ലാതെ ആ ഒരു കണ്ടന്റ് തന്നെ എടുത്തിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ പെർസെപ്ഷൻ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോ അനുവിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് അവളാണ് എന്റെ പുറകെ നടക്കുന്നത്. ഈ പുറകെ നടക്കാന്ന് പറയുന്ന സംഭവം തികച്ചും ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാതാവുന്ന ഒരു സംഭവമാണ്. എന്തിന് ഞാൻ ഇപ്പൊ പുറകെ നടന്നു വേണ്ടി ശൈത്യ വരുന്നുണ്ട്. അങ്ങനെ ഇവർ ഇതിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ നീ ഇനി മേലാൽ എന്റെ ഫ്രണ്ട് അല്ല, ഞാനും നീയായിട്ട് ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാന്നൊക്കെ പറഞ്ഞ് ശൈത്യ കത്തി കയറുന്നുണ്ട്. ശൈത്യയുടെ ഭാഗത്തുനിന്നും ചെറിയൊരു ഒരു സംഭവം ഉണ്ട്. ബിനിയുടെ ഭാഗത്തുനിന്നും ഉണ്ട്. കുത്തിത്തിരിപ്പ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് മാറ്റി പറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്ക് സ്റ്റാബ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല. എന്റെ നടുക്ക് മസ്താനി നിൽക്കുന്നുണ്ട്, കുറച്ച് ഭിന്നി നിൽക്കുന്നുണ്ട്. അപ്പൊ ആകെ മൊത്തം ടോട്ടലി ഇവിടെ പറഞ്ഞതല്ല അവിടെ പറയണം, അവിടെ പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എല്ലാം കൂടി കൂട്ടി പറയുമ്പോൾ പറഞ്ഞത് ആരും ഇല്ലാത്തൊരവസ്ഥ. സോ ആസ് ഓഫ് നൗ ഈ പറഞ്ഞ മാതിരി അനുവിന്റെ ഒരു കൂട്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു ഏഷ്യൻ ടൈമിൽ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ആയിരുന്നു വിറ്റാവോന്ന് പേടിച്ചിട്ടേക്ക്. ഇപ്പൊ ആ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ മാറിയിട്ട് ഇപ്പൊ രണ്ട് മൂലക്കിലോട്ടായിട്ടുണ്ട്. ഇനി മേലാൽ നീ എന്റെ ഫ്രണ്ട് അല്ല എന്ന് ശൈത്യ പറഞ്ഞിട്ടുണ്ട്. എവിടം വരെ പോകും എന്താവും ദൈവത്തിന് മാത്രം അറിയാം.